ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഐഷാസ് കിച്ചൺ. ഇന്നത്തെ റെസിപ്പി ഒരു സ്പെഷ്യൽ ചെമ്മീൻ കറി റെസിപ്പിയാണ്. ഉപ്പിലിട്ട മാങ്ങ കൊണ്ട് തയ്യാറാക്കിയ ഒരു അടിപൊളി ചെമ്മീൻ കറി. അപ്പോൾ ഉപ്പിലിട്ട മാങ്ങ വീട്ടിലിരിപ്പുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അത്രയും ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചെമ്മീൻ കറിയാണ്. പിന്നെ എനിക്ക് ഈ റെസിപ്പി തന്നത് എൻ്റെ സിസ്റ്റർ ഇൻ ലോ ആണ്, ഹസ്ബൻഡിൻ്റെ സിസ്റ്റർ, സുലൈഖ എന്നാണ് പേര്. അപ്പോൾ താങ്ക് യു. അപ്പോൾ ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു ഒഴിച്ചു കറി കൂടിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. നമുക്ക് റെസിപ്പിയിലേക്ക് പോവാം. അപ്പോൾ ഈ കറിയിലേക്ക് നമ്മൾക്ക് മെയിനായിട്ട് വേണ്ടത് ഉപ്പിലിട്ട മാങ്ങയാണ്. ഞാനിപ്പോൾ ഇവിടെ 2 ഉപ്പിലിട്ട മാങ്ങ എടുത്തിട്ടുണ്ട്. മൊത്തത്തിലുള്ള മാങ്ങയാണ് എടുത്തിട്ടുള്ളത്. ഇതും എൻ്റെ നാട്ടിലുള്ള എൻ്റെ വേറൊരു സിസ്റ്റർ ഇൻ ലോ അയച്ചു തന്നതാണ്. ഷാജിദ എന്നാണ് പേര്. താങ്ക് യു. അപ്പോൾ 2 മാങ്ങ എടുത്തിട്ടുണ്ട്. അതിൻ്റെ അല്പം വെള്ളവും എടുത്തിട്ടുണ്ട് ഇതിലേക്ക്. അപ്പോൾ ഇതിപ്പോൾ അത്യാവശ്യത്തിന് പുളിയുള്ള മാങ്ങയാണ്. അപ്പോൾ മാങ്ങയുടെ പുളിക്കൊക്കെ അനുസരിച്ച് നിങ്ങളത് എടുക്കുക. അതുപോലെ ഞാൻ ഇതിലേക്ക് 2 തക്കാളി എടുത്തിട്ടുണ്ട്. നല്ല പഴുത്ത തക്കാളിയാണ്. ഒരു മീഡിയം സൈസുള്ള തക്കാളിയാണ്. ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കുക. പിന്നെ വെളുത്തുള്ളി ഒരു 5 എണ്ണം ചെറുതായിട്ടൊന്ന് ചതച്ചത്, പച്ചമുളകും അതുപോലെ നടുവേ കീറിയത് ഒരു 5 എണ്ണം എടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് മസാലപ്പൊടികളായിട്ട് വേണ്ടത് കാശ്മീരി മുളക് പൊടി 2 ടീസ്പൂൺ, മല്ലിപ്പൊടി 2 ടീസ്പൂൺ, അതുപോലെ മഞ്ഞൾപ്പൊടി 1 ടീസ്പൂണും വേണം. അതുപോലെ ഞാനിപ്പോൾ ഇതിലേക്ക് 200 ഗ്രാം ചെമ്മീൻ എടുക്കുന്നുണ്ട്. മീഡിയം സൈസുള്ള ചെമ്മീനാണ് എടുത്തിട്ടുള്ളത്. അത് മഞ്ഞൾപ്പൊടി തേച്ച് ഒന്ന് മാരിനേറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ വലിയ ചെമ്മീനാണെങ്കിൽ ഒന്ന് 2ആയിട്ട് കഷ്ണം മുറിക്കുന്നത് നല്ലതാണ്. നന്നായിട്ട് വെന്ത് കിട്ടാൻ നല്ലതാണ് വലിയ ചെമ്മീനാണെങ്കിൽ മാത്രം. ചെറിയ ചെമ്മീനാണ് ഇതിലേക്ക് നല്ല ടേസ്റ്റ് കേട്ടോ. പിന്നെ ഇത് കറി വറവിടാൻ വേണ്ടിയിട്ടുള്ള ചേരുവകളാണ്. ചെറിയ ഉള്ളി ഒരു 3-4 ചെറിയ ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞത്, കറിവേപ്പില ഉണ്ട്, അതുപോലെ 1/2 ടീസ്പൂൺ ഉലുവയും എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം എടുക്കുക. ഞാനിപ്പോൾ 2-2.5 കപ്പ് വെള്ളം എടുക്കുന്നുണ്ട് ഇതിലേക്ക്, ഈ കറിയിലേക്ക്. ഇതിപ്പോൾ ഒരു 5-6 പേർക്കുള്ള കറി തയ്യാറാക്കുന്നുണ്ട്. ഞാനിപ്പോൾ മൺചട്ടിയിലാണ് ഞാൻ ഈ കറി തയ്യാറാക്കുന്നത്. അപ്പോൾ നമുക്ക് ഉപ്പിലിട്ട മാങ്ങയും അതിൻ്റെ വെള്ളവും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ അത് ചെറുതായിട്ടൊന്ന് ഉടച്ചെടുക്കാനുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അതിൻ്റെ ഞെട്ടി ഒന്ന് കളഞ്ഞ ശേഷം അതൊന്ന് ചെറുതായിട്ടൊന്ന് ചോപ്പ് ചെയ്യണം, കഷ്ണങ്ങളാക്കണം. എന്നിട്ട് വേണം നമുക്കിതൊന്ന് ഉടച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നന്നായിട്ട് ഉടഞ്ഞിട്ടുള്ള മാങ്ങയാണെങ്കിൽ ഇതുപോലെ ചോപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല. ഉടയാത്ത മാങ്ങയാണെങ്കിൽ ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കി കൊടുക്കുന്നത് നല്ലതാണ്. ഇതിപ്പം അധികം ഉടയാത്ത ഉപ്പിലിട്ട മാങ്ങയാണ്. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇതുപോലെ നന്നായിട്ട് ഉടച്ചു കൊടുക്കുന്നത്. അപ്പോൾ കൈകൊണ്ട് തന്നെ ഇതുപോലെ നന്നായിട്ട് ഉടച്ചെടുക്കുക. എന്നാലേ നല്ലൊരു ഫ്ലേവർ നമ്മൾക്ക് ഈ കറിയിൽ കിട്ടുള്ളൂ. അതിൻ്റെ മാക്സിമം നന്നായിട്ട് കൈകൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കുക. അപ്പോൾ ഉപ്പിലിട്ട മാങ്ങ നന്നായിട്ട് ഉടഞ്ഞിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വെളുത്തുള്ളി ചതച്ചതും, പച്ചമുളക്, അതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ടുള്ള തക്കാളി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, ഇതെല്ലാം കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കണം. കൈകൊണ്ട് വേണമെങ്കിൽ ഉടച്ചെടുക്കാം, അല്ലെങ്കിൽ ഇതുപോലെ വലിയൊരു സ്പൂൺ യൂസ് ചെയ്തിട്ട് ഉടച്ചെടുക്കാം. ഞാനിപ്പോൾ കയ്യിൽ മസാലയൊന്നും ആവണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഞാനിപ്പോൾ സ്പൂൺ യൂസ് ചെയ്തിട്ട് ചെയ്ത് കൊടുക്കുന്നത്. കൈകൊണ്ടാണ് ഏറ്റവും നല്ലത് ഇതുപോലെ നന്നായിട്ട് മാഷ് ചെയ്ത് കൊടുക്കാൻ. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് കമ്പൈൻ ചെയ്ത് കൊടുക്കാം. പിന്നെ മുളക് പൊടി, അതുപോലെ പച്ചമുളക്, ഇതെല്ലാം നമ്മൾ ചേർത്ത് കൊടുക്കുമ്പോൾ ഓരോരുത്തരുടെയും ടേസ്റ്റിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. ഞാനിപ്പം കാശ്മീരി മുളക് പൊടിയാണ് ചേർക്കുന്നത്. അതുകൊണ്ട് നല്ല കളർ ഉണ്ടാവും, എരിവ് അധികം ഉണ്ടാവില്ല. അപ്പോൾ എരിവ് വേണമെന്നുള്ളവർക്ക് വേണമെങ്കിൽ സാധാ മുളക് പൊടി അല്പം ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് അല്പം വെള്ളം ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ 2.5 കപ്പ് വെള്ളം ചേർക്കുന്നുണ്ട്. ഇതിപ്പോൾ 5 പേർക്കുള്ള കറിയാണല്ലോ, അപ്പോൾ അതുകൊണ്ട് 2.5 കപ്പ് വെള്ളം വേണ്ടി വരും. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ചെമ്മീൻ ഒഴികെ ബാക്കി എല്ലാ ചേരുവകളും നമ്മളിപ്പോൾ ചേർത്തു. ഇനി നമുക്കിത് തിളപ്പിക്കാൻ വേണ്ടിയിട്ട് വെക്കാം. അപ്പോൾ കറി നന്നായിട്ട് തിളയ്ക്കണം, അതുപോലെ തന്നെ മസാലകളൊക്കെ നന്നായിട്ട് വേവണം. എന്നിട്ട് മാത്രമേ നമുക്കിതിലേക്ക് ചെമ്മീൻ ആഡ് ചെയ്ത് കൊടുക്കാവൂ. അല്ലെങ്കിൽ കറിക്ക് ഒട്ടും ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. പെട്ടെന്ന് തന്നെ നമ്മൾ ചെമ്മീൻ ആഡ് ചെയ്ത് കൊടുക്കരുത്. ഇപ്പോൾ കറി നന്നായിട്ട് തിളയ്ക്കുന്നുണ്ട്, പക്ഷെ അധികം തിക്കായിട്ടില്ല കറി. അപ്പോൾ അല്പം കൂടി കറി തിക്കായ ശേഷം നമുക്ക് ചെമ്മീൻ ആഡ് ചെയ്ത് കൊടുക്കാം. ഈ കറിയിൽ ഏറ്റവും ടേസ്റ്റ് ഈ മാങ്ങയുടെ ഈ സീഡ് ഈ കറിയിൽ നിന്ന് കഴിക്കാനാണ്, ചോറിൻ്റെ കൂടെയൊക്കെ. അപ്പോൾ നമ്മളുടെ കറി ഇപ്പോൾ ഏകദേശം നന്നായിട്ട് കുക്കായിട്ടുണ്ട്. മസാലയൊക്കെ വെന്തിട്ടുണ്ട്. ഞാൻ ടേസ്റ്റ് നോക്കിയിട്ടുണ്ടായിരുന്നു.
അപ്പോൾ നമ്മൾക്ക് ഇതിലേക്ക് ചെമ്മീൻ ആഡ് ചെയ്ത് കൊടുക്കാം. ചെറുതായിട്ട് മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുള്ള ചെമ്മീനാണ്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അടച്ച് വെച്ചിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ നമുക്കിത് വേവിച്ചെടുക്കണം. ചെമ്മീൻ നന്നായിട്ട് കുക്കാവുന്നത് വരെ വേവിച്ചെടുക്കണം. അപ്പോഴേക്കും കറി റെഡിയാവും. ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതുപോലെ ഉപ്പ് നോക്കുക. നമ്മൾ ചെമ്മീൻ ആഡ് ചെയ്ത് കൊടുത്ത ശേഷം നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടില്ല. അപ്പോൾ ഉപ്പ് നോക്കിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇത് ചെറിയ ഫ്ലെയിമിൽ നന്നായിട്ട് കുക്കാവട്ടെ. ഞാനിപ്പോൾ ഇതിലേക്ക് 2.5 കപ്പ് വെള്ളം ചേർത്തിട്ടുണ്ട്. അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ മസാല വേവാനും അതുപോലെ ചെമ്മീൻ വേവാനുള്ള വെള്ളം നമ്മൾ ചേർത്ത് കൊടുക്കണം. എന്നിട്ട് അത് വറ്റി വരണം. എന്നാലേ കറി നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ടേസ്റ്റ് കിട്ടുള്ളൂ. അപ്പോൾ അതും കൂടി ഒന്ന് ശ്രദ്ധിക്കുക. എല്ലാവർക്കും അറിയാവുന്ന തന്നെയായിരിക്കും, അറിയാത്തവർക്കായിട്ടാണ് പറയുന്നത്. ഇപ്പോൾ കറി ഏകദേശം റെഡിയായി വരുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് നമ്മൾക്ക് ഇതിലേക്കുള്ള വറവിടൽ റെഡിയാക്കാം. അപ്പോൾ ഞാനിപ്പോൾ പാനിലേക്ക് വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇനി ഇതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞിട്ടുള്ള ചെറിയ ഉള്ളിയും ഉലുവയും ചേർത്ത് കൊടുക്കാം. പിന്നെ എല്ലാവർക്കും അറിയാവുന്ന തന്നെയായിരിക്കും, ചെറിയ ഫ്ലെയിമിൽ വേണം നമുക്കിത് വറുത്തെടുക്കാൻ. അപ്പോൾ അതുകൂടെ ഒന്ന് ശ്രദ്ധിക്കുക. നല്ല ഹൈ ഫ്ലെയിമിൽ വെച്ചാൽ നമ്മൾ കറിയുടെ സ്വാദ് തന്നെ മാറിപ്പോവും. ചെറിയ ഫ്ലെയിമിൽ നന്നായിട്ട് ഇത് ഫ്രൈ ചെയ്തെടുക്കുക. ചെറുതായിട്ടൊന്ന് ഗോൾഡൻ കളർ ആയി വന്നാൽ മതി. അതുപോലെ തന്നെ ഉലുവയും ചെറുതായിട്ടൊന്ന് കളർ ചേഞ്ച് ആയാൽ മതി. അപ്പോൾ ആ ഒരു സമയത്ത് നമുക്കിതിലേക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് കറിയുടെ മുകളിലേക്ക് ഇത് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മളുടെ കറി നന്നായിട്ട് തിളയ്ക്കുന്നുണ്ട്. അതുപോലെ തന്നെ നല്ല തിക്കായി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ നമ്മൾ വറുത്ത് വെച്ചിട്ടുള്ള ചെറിയ ഉള്ളി, കറിവേപ്പില, ഉലുവ ഇതെല്ലാം കൂടി ഇതിൻ്റെ മുകളിലേക്ക് ചേർത്തിട്ട് നമുക്കിത് വറവിടാം. ഇനി ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നമുക്കിതൊന്ന് അടച്ച് വെക്കാം. ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ട് വേണം സെർവ് ചെയ്യാൻ. എന്നാലും നല്ല ടേസ്റ്റ് ആയിട്ടുള്ള കറി നമുക്ക് കിട്ടുള്ളൂ. വേണമെങ്കിൽ ഉടനെ തന്നെ സെർവ് ചെയ്യാം. പക്ഷേ വളരെ തിന്നായിട്ടുള്ള കറി ആയിരിക്കും ഉണ്ടാവാറ്. അപ്പോൾ നല്ല ടേസ്റ്റ് ആയിട്ട് കിട്ടണമെങ്കിൽ ഇത് അരമണിക്കൂർ അല്ലെങ്കിൽ 10-15 മിനിറ്റ് എങ്കിലും നമ്മളത് അടച്ച് വെച്ചിട്ട് വേണം സെർവ് ചെയ്യാൻ. ഇതിപ്പോൾ 20 മിനിറ്റ് കഴിഞ്ഞിട്ടാണ് ഞാനിപ്പോൾ ഇത് സെർവ് ചെയ്യുന്നത്. അപ്പോൾ കണ്ടോ, ഈ ഒരു പരുവത്തിലാണ് നമ്മളുടെ കറി. നല്ല കളറും വന്നല്ലോ. അത് തിളച്ചുകൊണ്ടിരിക്കുന്ന ഫിഷ് കറി, ഏത് ഫിഷ് കറി ആണെങ്കിലും തിളച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അത് കളർ ഉണ്ടാവില്ല. അല്പനേരം നമ്മൾ അടച്ച് വെച്ച് കഴിഞ്ഞാലേ നല്ല കളറ് വരുള്ളൂ. അപ്പോൾ നല്ല ഉപ്പിലിട്ട മാങ്ങ കൊണ്ടുള്ള ചെമ്മീൻ കറി റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്. തീർച്ചയായിട്ടും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഉപ്പിലിട്ട മാങ്ങ ഉണ്ടെങ്കിൽ ഉടനെ നിങ്ങൾ ഈ ഒരു കറി ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അതുപോലെ എന്നും കമൻറ്റ് ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്. അപ്പോൾ അവരുടെ എല്ലാവരുടെയും സപ്പോർട്ട് കൊണ്ടാണ് ഞാൻ ഇത്രയും ഇവിടെയെങ്കിലും എത്തിയത്. അപ്പോൾ എല്ലാവർക്കും വളരെയധികം താങ്ക്സ് ഉണ്ട്. ഇത്രയും സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും സ്പെഷ്യൽ താങ്ക്സ് ഉണ്ട്. അപ്പോൾ തുടർന്നും എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.